റഷ്യൻ യുദ്ധവിമാനങ്ങളെ ഉക്രൈൻ തകർത്തതിന് പ്രതികാരമായി ഉക്രൈൻ്റെ തലസ്ഥാന നഗരിയോട് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആക്രമ പരമ്പര തന്നെ റഷ്യ ആരംഭിച്ചിരിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വലിയ രീതിയിലുള്ള മരണങ്ങളും ബിൽഡിംഗ് നഷ്ടങ്ങളും സർക്കാർ തരത്തിലുള്ള വാഹനങ്ങൾ കത്തുന്നതുമടക്കം വലിയൊരു യുദ്ധ രീതി ഈ മേഖലയിൽ മുഴുവനും പ്രകടമാണെന്നും ഏകദേശം ഉക്രൈൻ്റെ 35% ഭൂപ്രദേശവും റഷ്യയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ആകുന്ന തരത്തിലാണ് ഇപ്പം യുദ്ധം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുറച്ചൊക്കെ ശാന്തമായിരുന്നു യഥാർത്ഥത്തിൽ ഉക്രൈൻ റഷ്യക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം. ആണവായുധം വരെ പ്രയോഗിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. കാര്യം നിശബ്ദത ഭയപ്പാടുണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് റഷ്യയുടെ പ്രസിഡന്റായിരിക്കുന്ന വ്ളാഡിമിർ പുടിൻ ഒരു പ്രതികാരദാഹിയാണ്, ഒരു ഏകാധിപത്യമാണ്. ആയതിനാൽ തന്നെ ഉക്രൈനെ സ്വസ്ഥമായ രീതിയിൽ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെ പടിഞ്ഞാറൻ മീഡിയകളൊക്കെ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. മുൻപ് നടന്നിരിക്കുന്ന പല യുദ്ധത്തെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉക്രൈന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ളതും, യഥാർത്ഥത്തിൽ റഷ്യയുടെ ഭൂമിയിൽ കയറിക്കൊണ്ട് ഉക്രൈൻ നടത്തിയിരിക്കുന്ന ഈ യുദ്ധം അല്ലെങ്കിൽ ഈ ആക്രമണം മണ്ടത്തരമായി പോയി എന്ന അഭിപ്രായത്തിൽ എന്ന രീതിയിലുള്ള അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഓപ്പറേഷൻ സ്പൈഡേഴ്സ് എന്ന പേരിലാണ് ഉക്രൈൻ റഷ്യയുടെ നടുവടിക്കാൻ വേണ്ടി ആ ഭൂപ്രദേശത്തിലേക്ക് ഇരച്ചു കയറിയത്. ഏകദേശം 1.5 വർഷത്തെ ആസൂത്രണത്തിൻ്റെ ഫലമായി അതീവ രഹസ്യമായ രീതിയിലുള്ള ആക്രമണ പരമ്പര തന്നെയാണ് ഉക്രൈൻ റഷ്യക്ക് നേരെ നടത്തിയത്. 5 തന്ത്രപ്രധാന എയർബേസുകളിൽ ആക്രമണം നടത്തി 41 ബോംബർ വിമാനങ്ങൾ തകർക്കുകയോ കേടുപാട് വരുത്തുകയോ ചെയ്തു. ബോംബർ വിമാനങ്ങൾക്ക് നേരെ ഇത്ര കൂട്ടത്തോടു കൂടി ഒരു ആക്രമണം നടക്കുന്നത് റഷ്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. 21 പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിൻ്റെ എല്ലാ രഹസ്യ സംവിധാനങ്ങളും തകർക്കാൻ വേണ്ടി ഉക്രൈന് സാധിച്ചു എന്ന് പറയുമ്പോൾ അവരുപയോഗിച്ചിരിക്കുന്ന തന്ത്രങ്ങളും മുന്നേറ്റങ്ങളും എത്രത്തോളം കഠിനമുണ്ട് എന്ന് ഇപ്പോഴും മനസ്സിലാവാത്ത രീതിയിലാണ്. അതിനോടനുബന്ധിച്ച് റഷ്യയുടെ ഒരു പത്രം തന്നെ ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് പിന്നീട് അത് സർക്കാരിന് സമർപ്പിക്കപ്പെടുകയും ചെയ്തു. ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുന്നു. അതല്ലെങ്കിൽ പത്ര റിപ്പോർട്ട് ഇന്റലിജൻസ് വിഭാഗം കണ്ട ശേഷം സർക്കാരിന് സമർപ്പിച്ചതാണ് എന്നും പറയുന്നു. അതിൽ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, ഉക്രൈൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഒറ്റക്ക് ഈ യുദ്ധം ചെയ്തിട്ടില്ലെന്നും ഇതിന്റെ പിന്നിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ അമേരിക്കയിൽപ്പെട്ട സൈനിക ബലമോ ശക്തിയോ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ്. കാര്യം ഏറെക്കുറെ നടുവൊടിഞ്ഞ സ്ഥിതിയിലാണ് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യമുള്ളത്. സാമ്പത്തിക രംഗം, ടൂറിസം മേഖല, സാമൂഹ്യ പശ്ചാത്തലം എല്ലാം തകർന്നടിഞ്ഞു. രാജ്യത്തിൻ്റെ കറൻസിയുടെ മൂല്യങ്ങൾ ഇടിഞ്ഞു. അങ്ങനെ വലിയ പരിതാപകരമായിരിക്കുന്ന ഒരവസ്ഥയിൽ റഷ്യയെ പോലെയുള്ള കരുത്തുള്ള ഒരു രാഷ്ട്രത്തിന് നേരെ ഇത്രയും ശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഉക്രൈൻ്റെ ഭാഗത്തുനിന്ന് മാത്രം ഉണ്ടാവുക പ്രയാസമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ ഈ റഷ്യക്കെതിരായി നിലനിൽക്കുന്ന സാഹചര്യവും അതോടൊപ്പം തന്നെ ഉക്രൈനും അമേരിക്കയും തമ്മിലുണ്ടായിരുന്ന വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ അമേരിക്ക ഉക്രൈന് നൽകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ റഷ്യക്ക് നേരെ നടത്തിയ ആക്രമണം ഒറ്റയ്ക്കുള്ള ഒരാക്രമണമല്ല എന്നുള്ളതും ഇതിൻ്റെ പിന്നാമ്പുറം പ്രവർത്തിക്കുന്നവർ ആരാണെങ്കിലും വലിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് റഷ്യയുടെ സർക്കാരിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റും. ചെറിയ വടി കൊടുത്ത് വലിയ അടി വാങ്ങിയ സ്ഥിതിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉക്രൈൻ അനുഭവിക്കുന്നത് എന്ന തരത്തിലാണ്. 117 ഡ്രോണുകളെങ്കിലും ഉക്രൈൻ റഷ്യയിലേക്ക് ആ സമയത്ത് പറത്തിയിട്ടുണ്ട്. അതിന് പകരമായി റഷ്യ ഒരു ദിവസം തന്നെ 475 ഡ്രോണുകളും 100 ചില്ലാനും മിസൈലുകളും തൊടുത്ത് വിടുകയും ചെയ്തു. അത് നിരന്തരം ഇപ്പോഴും ഈ സംഭവം നടന്നതിന് ശേഷം, അതായത് ജൂൺ 1 ഉക്രൈൻ റഷ്യനെ ആക്രമിക്കുന്നത്. അതിനുശേഷം തുടർച്ചയായി 2 ദിവസം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. പിന്നീടുള്ള തുടർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. കീവ് എന്ന് പറയുന്ന ഉക്രൈൻ്റെ തലസ്ഥാന നഗരിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന വെടിയൊച്ചകൾ, അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങൾ, സ്ഫോടക ശബ്ദങ്ങൾ,
പല മേഖലകളും തീ കത്തുന്നത് ഇതെല്ലാം പ്രകടമാണ്, കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതോടനുബന്ധിച്ചാണ് മറ്റൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, ഏകദേശം 35% ഭൂപ്രദേശം ഉക്രൈൻ്റെത് റഷ്യയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ആയ തരത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ റഷ്യൻ സൈന്യം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം സൈനിക ബലം അവർക്ക് വല്ലാത്ത രീതിയിൽ നഷ്ടപ്പെടുന്നു. പുതുതായിരിക്കുന്ന ആളുകളൊന്നും സൈന്യത്തിലേക്ക് വരുന്നില്ല. കുറച്ച് മുമ്പൊക്കെ വീട്ടിൽ നിന്ന് ആളുകളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവർത്തനം ഉക്രൈൻ്റെ സൈന്യം നടത്തിയിരുന്നു. കാര്യം സൈന്യത്തിലേക്ക് ആളില്ലാത്ത കാരണത്താൽ. ആയതിനാൽ ഇപ്പോൾ പരമാവധി വീട്ടിലൊന്നും യുവാക്കന്മാരില്ലാത്തൊരു സ്ഥിതിയാണ്. അവർ ഒളിച്ചു നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ ഒരിക്കൽ പോലും ജീവനോടുകൂടി തിരിച്ചു വരാൻ പറ്റും എന്ന് രണ്ട് രാജ്യത്തിലെ സൈനികർക്കും ഉറപ്പില്ലാത്ത രീതിയിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടക്കുന്നത്. 2022 ഫെബ്രുവരി 24 യുദ്ധം തുടങ്ങിയത്. 4ാമത്തെ വർഷത്തിലേക്കാണ്. 3 വർഷവും 3 മാസവും കഴിഞ്ഞു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റായിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് ഇലക്ഷൻ പ്രചരണത്തോടനുബന്ധിച്ച് പറഞ്ഞത്, ഞാൻ അധികാരത്തിലേറി 24 മണിക്കൂർ കൊണ്ട് ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും, അതിൻ്റെ എല്ലാ തന്ത്രങ്ങളും തൻ്റെ കൈവശത്തിലുണ്ട് എന്ന തരത്തിലാണ്. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവും പലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധവും അവസാനിപ്പിക്കാൻ വേണ്ടി എനിക്ക് കൂടി വന്നാൽ 24 മണിക്കൂർ മതിയെന്നാണ്. മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത പ്രയാസമുണ്ട് എന്ന് മാത്രമല്ല, ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരു സമാധാന ചർച്ചയ്ക്ക് അല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന ഒരു മധ്യസ്ഥതയ്ക്ക് തനിക്ക് താല്പര്യമില്ലെന്ന് കൂടി യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അവസ്ഥകൾ പറയുന്നത് ജനസംഖ്യയിലെ 1/4 കുടിയിറക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അവിടെ താമസിക്കുന്നവർ സ്വസ്ഥമായ രീതിയിൽ വാസസ്ഥലത്ത് തന്നെ താമസിക്കുന്നവരുടെ എണ്ണം തീരെ കുറവാണെന്നും രാജ്യം വിട്ട് പോകുന്നവരുടെ എണ്ണവും അതോടൊപ്പം തന്നെ വീട് വിട്ട് മറ്റു ദേശത്തേക്ക് അഭയം തേടി പോകുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ ഉക്രൈനിൽ കൂടി വരികയാണ്. ഇവിടെ അതിശക്തമായിരിക്കുന്ന ഇടപെടലുകൾ മറ്റ് രാജ്യങ്ങൾ ഉക്രൈന് വേണ്ടിയിട്ട് നടത്തുന്നു. അതോടൊപ്പം തന്നെ റഷ്യയെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങളും ഉണ്ട് എന്നതിനാൽ ഈ ഒരു പ്രശ്ന പരിഹാരവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ യഥാർത്ഥത്തിൽ ആളില്ലാത്തൊരവസ്ഥയാണ്. 2 പ്രാവശ്യമെങ്കിലും ഈ വിഷയത്തിൻ്റെ യുദ്ധപരിഹാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ജിദ്ദയിൽ ഉച്ചകോടി നടത്തുകയും 2 രാജ്യങ്ങളുടെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുകയും ചെയ്തു. ഏറെക്കുറെ ഒരു മധ്യസ്ഥതയിലേക്ക് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തപ്പെട്ട കാര്യമായിരുന്നു. സൗദി അറേബ്യ വളരെ കൃത്യമായിരിക്കുന്ന ഒരു ശ്രമം ഇതിന് നടത്തുകയും ഒരു ആശയം മുന്നോട്ട് പറയുകയും ചെയ്തു. അവർ പറഞ്ഞ കാര്യം, ഈ സൗദി അറേബ്യ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: 2 സൈനികരും യുദ്ധം അവസാനിപ്പിക്കുക, അത് നമ്മൾ പറയുന്ന നിമിഷത്തോടു കൂടി ആ യുദ്ധം നിർത്തുകയും പരസ്പരം പിടികൂടപ്പെട്ട സൈനികരെ പരസ്പരം കൈമാറാനുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യുക. 2 രാജ്യങ്ങളും യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മധ്യസ്ഥർക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്ന് പറയുന്നത് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശം വിട്ടുകൊടുക്കില്ലെന്ന് റഷ്യയും, തങ്ങളുടെ രാജ്യമാണ് റഷ്യ പിടിച്ചെടുത്തത്, ആയതിനാൽ തന്നെ രാജ്യം വിട്ടു പോകണമെന്ന് ഉക്രൈനും പറഞ്ഞതോടുകൂടി ഈ ഒരു പ്രശ്നമാണ് കാതലായിരിക്കുന്ന വിഷയമായിട്ട് നിലനിൽക്കുന്നത്. പ്രശ്ന പരിഹാരം ഇല്ലാത്ത രീതിയിൽ നിലനിൽക്കുന്നത് ഈ ഒരു വിഷയമാണ്. ആയതിനാൽ അന്ന് സൗദി അറേബ്യ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ ഒരു കാര്യം 2ാം ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യ ഘട്ടത്തിൽ യുദ്ധവിരാമം നടത്തുക, പിന്നീട് അതിനൊരു ഗ്യാപ്പ് വെച്ച് 1 മാസമോ 2 മാസത്തിൻ്റെ ഇടയിൽ സാവകാശം പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വെച്ചെങ്കിൽ മാത്രമേ ഈ യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ ഇതിങ്ങനെ തുടർന്ന് പോവുകയാണ് ഉണ്ടാവുക എന്നുള്ളത് അന്ന് സൗദി അറേബ്യ പറഞ്ഞാണ്. അതിൻ്റെ അതേ രീതിയിലുള്ള സ്ഥിതി വിശേഷമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉക്രൈൻ സംഭവിച്ചിരിക്കുന്നത്. വലിയ ശക്തമായിരിക്കുന്ന മുന്നേറ്റം റഷ്യക്കെതിരെ ഉക്രൈൻ നടത്തുന്നു. എന്ത് കാര്യം, അതിനേക്കാൾ പ്രഹരശേഷിയുള്ള തിരിച്ചടികൾ ഉക്രൈൻ ഇപ്പോൾ അനുഭവിക്കുന്നു. യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സംരക്ഷണം സുരക്ഷിതത്വം ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഇപ്പോൾ നൽകിയിരിക്കുന്ന വിവരമാണ് പുറത്തു വരുന്ന കാര്യം. രാഷ്ട്ര ഭരണാധികാരികളെ ലക്ഷ്യം വെച്ചുകൊണ്ടും പരസ്പരം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ അതിൻ്റെ റിപ്പോർട്ടുകളൊക്കെ രഹസ്യ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 2 രാജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അത്ഭുതകരമായ രീതിയിൽ വധശ്രമത്തിൽ രക്ഷപ്പെട്ടത്. അദ്ദേഹം ഇറങ്ങിയ ഭാഗത്ത് ഹെലികോപ്റ്റർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരുപാട് മിസൈലുകൾ വന്നു, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിച്ചു എന്നതിനാലാണ്
വ്ളാഡിമിർ പുടിൻ അന്ന് രക്ഷപ്പെട്ടു. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്നെ 4 പ്രാവശ്യമെങ്കിലും വധശ്രമത്തുനിന്ന് അത്ഭുതകരമായി ഈ യുദ്ധം ഉണ്ടായതിനു ശേഷം രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്ര നേതാക്കളെ തന്നെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് മാറുകയും അതോടൊപ്പം തന്നെ ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അവരുടെ ആധിപത്യം നടത്താനുള്ള ശ്രമങ്ങൾ റഷ്യ ഒന്നുകൂടി ശക്തമാക്കുകയും ചെയ്തതോടുകൂടി റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന സ്ഥിതിയാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്.